ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു സെറീന ഹാരിസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇന്ന് റമദാൻ 27. അപ്പം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കൊച്ചു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗും ഈ ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസും കൂടെ അറിയിക്കുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ മുറ്റത്ത് ഇറങ്ങിയിട്ടാണുള്ളത് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ. അപ്പം നമ്മൾ ഈ പപ്പായ ഇല്ലേ, കപ്പക്ക പപ്പായ എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ നല്ലവണ്ണം വളർന്നിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ വിത്തിട്ടിട്ട് മുളപ്പിച്ചതാണേ. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ഇതാ ഈ സപ്പോട്ട മാവില്ലേ, അന്ന് ഞാൻ എൻ്റെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സപ്പോർട്ടൊക്കെ ഇങ്ങനെ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പം ഇതുണ്ടോ, തൊടുമ്പം തന്നെ ഇങ്ങനെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് ആയിട്ടുമുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പറിച്ച് പിന്നെ രാവിലെ എണീച്ചാൽ ഞാൻ എൻ്റെ ഇങ്ങനെ കുറച്ച് മുറ്റത്തൊക്കെ ഇറങ്ങി എൻ്റെ ചെടിയും അതേപോലെ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെ മരങ്ങളെല്ലാം ഇല്ലേ, അധികമൊന്നുമില്ല, ഒരു സപ്പോർട്ടയുണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് ഒരു ചെറിയ മാവും വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കി അതൊക്കെ പറിച്ച് എന്തെങ്കിലും ഇലയൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് അങ്ങനെ കുറേ സമയം ഞാനിങ്ങനെ ചിലവഴിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിന് നല്ല ഹാപ്പി ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ടെൻഷനോ അതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്തില്ലേ, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല ഹാപ്പിനെസ് ആയിരിക്കും. നമ്മളെ മൈൻഡില്ലേ ഇങ്ങനെ ഫ്രീ ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതുണ്ടോ, ഒരു ചെറിയൊരു മാവാന്നേ. കഴിഞ്ഞ പ്രാവശ്യമല്ലേ നല്ലോണം മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യമില്ലേ കുറേ കൊമ്പൊക്കെ ഇങ്ങനെ കൊത്തിക്കളഞ്ഞതുകൊണ്ടില്ലേ മാങ്ങ പിടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കൊലയായിട്ടില്ലേ കുറേ മാങ്ങ ഉണ്ടായിന്. അതുകൊണ്ട് പിന്നെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിന്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല കേട്ടോ, മാവിൻ്റെ അവസ്ഥ കണ്ടിട്ട് വലിയ ഇങ്ങനെ മാങ്ങ ഉണ്ടാവുമെന്ന്. പിന്നെ അച്ചാറാക്കിയാലും നല്ല ടേസ്റ്റാണ്. പഴുത്തതിനല്ല, പൈനാപ്പിളില്ലേ, പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങക്ക്. കുറേ സമയം ഇങ്ങനെ പുറത്ത് നിന്നത് കൊണ്ടില്ലേ സമയം പോയതേ അറിയില്ല. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചത് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യുക, പെരുന്നാളല്ലേ വരുന്നതെന്ന്. അപ്പം ഇതൊക്കെ കണ്ടോ, സാറാൻ്റെ കളക്ഷൻസാണ്. ഇങ്ങനെ പാവയൊക്കെ ശേഖരിക്കൽ അന്നേരം ഭയങ്കര ഹോബിയായിരുന്നു മോളെ. അപ്പം ഇതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഉള്ളത്. അതൊക്കെ ഒന്ന് മാറ്റി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പാവകളൊക്കെ ഒന്ന് വാഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ പണിയൊക്കെ സാറാനെ ഏൽപ്പിച്ചാലില്ലേ നല്ല ഇഷ്ടത്തോടെ ചെയ്യും. ഇതൊക്കെയാണ് കേട്ടോ മോളെ കളക്ഷൻസ്. കുറേ നാളത്തെ കളക്ഷൻസാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ഭദ്രമായിട്ടാണ് അവൾ കൊണ്ട് കിടക്കുന്നത്. അപ്പം പാവകളൊക്കെ ഞാനിതാ വാഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നല്ല വെയിലാണെന്നല്ലോ, അതുകൊണ്ട് വേഗം വാഷ് ചെയ്തിട്ട് ഉണക്കാൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരണം, പിന്നെ തുടക്കണം. അങ്ങനെയുള്ള ചെറിയ പണിയൊക്കെ ചെയ്തിട്ട് വേണം കിച്ചണിലേക്ക് പോവാൻ. പിന്നെ ഇന്ന് റമദാൻ 27 ആയല്ലോ, അപ്പോൾ ക്ലീനിങ്ങും ചെയ്യണം. അതേപോലെ നമ്മൾ നോമ്പ് മുറിക്കാനും അത്താഴത്തിനൊക്കെ ഉണ്ടാക്കിയും വേണമല്ലോ. അപ്പം ഇങ്ങനെ ലാസ്റ്റ് നോമ്പാകുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലേ, എന്താ ഇന്ന് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സ്നാക്സ് എല്ലാം നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി. തുടയൊക്കെ ഞാൻ മോളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അവൾ ചെയ്തവൾ. ഞാൻ വേഗം കിച്ചണിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. നല്ല വെയിലാണ് കേട്ടോ, ഇവിടെയെല്ലാം നല്ലോണം വെയിലടിക്കും. അപ്പോൾ അധിക സമയം നമുക്ക് അവിടെ നിന്ന് കളിക്കാൻ പറ്റില്ല, ഒന്നാമത് നോമ്പുമല്ലേ. പിന്നെ ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. പിന്നെ ഇന്ന് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ബീഫ് കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് നോമ്പാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടിയായിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ സിമ്പിളാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ വേഗം ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ന് റമദാൻ 27 ആയി അല്ലേ. എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളും മാസങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ നോമ്പ് തുടങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ദിവസം പോകുന്നുണ്ട് അല്ലേ.
പിന്നെ എല്ലാവരും അടിപൊളിയായി നോമ്പൊക്കെ എടുത്ത് മാഷാ അല്ലാ നമ്മളെ ഇത്ര വരെ ആക്കിയില്ലേ. ഇനിയിപ്പം ഡ്രസ്സ് എടുക്കലും അതേപോലെ പെരുന്നാൾ എങ്ങനെയാണ് നമുക്ക് അടിപൊളിയാക്കാമെന്നൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരെയും ചിന്ത. അപ്പം അള്ളാഹു എല്ലാവരുടെയും പെരുന്നാളും അതേപോലെ നമ്മൾ എടുത്ത നോമ്പും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അപ്പോൾ ഇതാ ഞാൻ വേഗം കറിവേപ്പില പറിക്കാനായിട്ട് പുറത്ത് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ കറിവേപ്പില. പണ്ടൊന്നുമല്ലേ നമുക്കിങ്ങനെ കറിവേപ്പില വെച്ചാലില്ലേ പിടിക്കലേ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ആദ്യം വെക്കുന്ന ടൈമിൽ കുറച്ച് വളമൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ വെച്ച് കുറച്ചും കൂടെ അതിനെ കെയർ ചെയ്തപ്പോൾ വന്നിട്ടാ ഇങ്ങനെ വളർന്ന് കിട്ടിയത്. പിന്നെ കുറച്ച് വലുതാകുന്ന ടൈമിലില്ലേ നമ്മളിങ്ങനെ കറിവേപ്പില കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ, അന്നേരം നല്ല ബുഷിയായിട്ട് വളരും. പിന്നെ ഇതാ നമ്മളെ വീട്ടിലുള്ള ഗസ്റ്റുകളാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഡോറ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ അകത്ത് കയറാൻ തന്നെ നോക്കലാന്ന്. അപ്പം ഞാനെന്തെങ്കിലും ഇട്ട് കൊടുത്താലില്ലേ പിന്നെ കരച്ചിലൊന്നും ഉണ്ടാവില്ല, അവിടുന്ന് സാവധാനം തിന്നോളും. ബീഫ് കറിയില്ലേ ഞാൻ പെട്ടെന്ന് റെഡിയാവുന്ന തരത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്ന. സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നിച്ച് ചേർത്തിട്ട് ബീഫും കൂടെ ചേർത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കലാണ്. പിന്നെ ഇത് കണ്ടോ, ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വലിയ പീസും കൂടെ അതിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ ബീഫിന് പിടിച്ചിട്ടില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ബീഫ് കറിയാണ്. അധികവും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. സവാളയും അതേപോലെ തക്കാളിയൊന്നും ഞാനിങ്ങനെ എണ്ണയിൽ വഴറ്റിയിട്ട് ചെയ്യലില്ല. ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവും. എന്നാലും ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ പറഞ്ഞതാണ് കേട്ടോ. ഇനി ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പം മസാലയൊക്കെ നന്നായിട്ട് ബീഫിന് പിടിക്കും. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് കറിയൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് വേഗം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുക. അപ്പം ഞാൻ ഇന്ന് വിചാരിക്കുന്ന കായ്പോള ഉണ്ടാക്കാമെന്നാണ്. പിന്നെ ബ്രെഡിൻ്റെ ഒരു ടോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ 4 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതന്നെ നമുക്ക് ധാരാളം കേട്ടോ, നമ്മൾ 3 ആളല്ലേ ഉള്ളൂ. പിന്നെ നോമ്പ് കുറിച്ച് കഴിഞ്ഞാൽ പറയണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ. നമ്മളിങ്ങനെ നോമ്പെടുത്തിട്ട് വിചാരിക്കും എന്തൊക്കെയോ ഉണ്ടാക്കണം, ഒരുപാട് വെള്ളം കുടിക്കണം എന്നൊക്കെ. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്കൊന്നും വേണ്ടി വരില്ല അല്ലേ. പിന്നെ ആക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ മുമ്പിലൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അവർ സന്തോഷമല്ലേ. എന്തെങ്കിലും ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കിയേ പറ്റും. അപ്പോൾ ഞാനിതാ വേഗം കായ്പോള ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാവും, ഒരു ബ്രീഫാളിൽ നിറച്ച് ഉണ്ടാവും. പിന്നെ വേഗം ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നല്ല മഴക്കാറുണ്ട് കേട്ടോ പുറത്ത്. ഇങ്ങനെ മഴ പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനനുസരിച്ച് നല്ല ചൂടുമുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമാണ് കേട്ടോ മഴ പെയ്യാനുള്ളത്. നമ്മളെ നാട്ടിൻ്റെ അടുത്തൊക്കെ നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാൻ കായ് മുറിച്ചതൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയിൽ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര കുറച്ച് അധികമായിപ്പോയി. നമുക്കിവിടെ പഞ്ചസാര അങ്ങനെ വേണ്ട, നമ്മൾ ചായയിലും അതേപോലെ എന്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്തില്ലേ കുറച്ചാണ് കേട്ടോ മധുരം യൂസാക്കൽ. അതുകൊണ്ട് ഇതിലൊരു കുറച്ച് മധുരം കൂടിപ്പോയതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ പശു നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ. പിന്നെ ഇങ്ങനെ കുറച്ച് ഓയിൽ മതി, നല്ലോണം ബ്രീഫാനിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ലോണം ഓയിലൊന്നും യൂസാക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണല്ലേ. നമ്മ ഇങ്ങനെ അധികവും എണ്ണയിലൊക്കെ പൊരിച്ച് തിന്നുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കുന്നതെന്നല്ല. പിന്നെ എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ
ഇതാ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് ഞാൻ അന്നേരം തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഒന്നിച്ച് കൂട്ടി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ, പെട്ടെന്ന് അന്നേരം തന്നെ കുക്ക് ചെയ്ത സമയത്ത് തന്നെ എല്ലാം ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആയാലില്ലേ നമുക്ക് നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നൂല. നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വെച്ചാലല്ലേ, കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്നാ തോന്നുക, ഒരുപാട് പാത്രങ്ങൾ ബാക്കിയുണ്ടല്ലേ, ഇതൊക്കെ എപ്പോഴാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന്. പക്ഷെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതൊക്കെ ചെയ്ത് വെച്ചാൽ നല്ലൊരു നമുക്കൊരു മനസ്സിന് നല്ല സന്തോഷമായിരിക്കും. പിന്നെ ഇത് വേണ്ട ബ്രെഡ് ഞാൻ ഫില്ല് ചെയ്തിട്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പം ഞാൻ വെച്ച് പെട്ടെന്ന് എവിടെയെങ്കിലും പോവേണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേഗം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അതുതന്നെ ഞാനിന്ന് ഇപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വരുന്നത് ചിക്കൻ്റെ ഫില്ലിങ്ങാണ്. ഫില്ലിങ്ങും ഞാൻ അതേപോലെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഫില്ലിങ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആയില്ലേ നമുക്ക് പിന്നെ എവിടെയെങ്കിലും പോവണമെങ്കിലോ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വൈകുന്നെങ്കിലോ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. നമുക്ക് ഒന്ന് കുറച്ച് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അന്നേരമൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ജ്യൂസ് ഉണ്ടാക്കലാണ്. അപ്പം ഇളനീർ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇളനീർ മാത്രം മിക്സിയിൽ അടിച്ചെടുക്കലാണ്. എന്നിട്ട് ഇത് കുറച്ച് സമയം ഫ്രീസറിൽ വെക്കും. അതിന് ശേഷം ഇല്ലേ കട്ടപ്പാലിട്ടിട്ട് രണ്ടാമത് അടിക്കൽ. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. അതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ബീഫ് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു വലിയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിട്ടില്ലേ, അതൊക്കെ എടുത്ത് മാറ്റലാണ്. ഇനി ഇത് കുറച്ച് നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം ഞാൻ ഫില്ലിങ് ആക്കിയിട്ട് വെക്കും. നോമ്പ് മുറിക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ടായിന്. അപ്പോൾ ആരിസ്ക വന്നിട്ട് വേഗം എനിക്ക് വത്തക്കയൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഫ്രൂട്ട്സ് കട്ടിങ് അതേപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കൽ ആരിസ്ക തന്നെയാണ്. അപ്പോൾ വത്തക്ക കട്ട് ചെയ്തിട്ട് വത്തക്കക്ക് എന്താ കളറില്ല, അതിന് മധുരം ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ചെറിയ പീസ് മാത്രം മുറിച്ചാൽ മതി, ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നമ്മളെ ജ്യൂസ് അടിക്കാമെന്ന്. അങ്ങനെ ചെറിയ പീസ് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പം നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കിയെടുക്കണം. നോമ്പ് മുറിച്ചതിന് ശേഷം ആക്കാമെന്ന് വിചാരിച്ചാൽ നോമ്പ് മുറിച്ചാൽ ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാനൊന്നും തോന്നൂല. അതുകൊണ്ട് ഞാനില്ലേ നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് തന്നെ രാത്രിക്കുള്ള ഫുഡും കൂടെ റെഡിയാക്കും. പിന്നെ ഇതാകുമ്പം എനിക്ക് അത്താഴത്തിനും കൂടെ എടുക്കാം. അതുകൊണ്ട് കുറച്ച് അധികം തന്നെ വെക്കും കേട്ടോ. ഇത് നേരത്തെ ഞാൻ ഇളനീർ അടിച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അതിലേക്ക് കട്ടപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കും കേട്ടോ. സമയം ഏകദേശം നോമ്പ് മുറിക്കാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബീഫ് ഞാൻ ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കു ഷേക്കും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. ഇതും കൂടെ ആയാൽ നമ്മളെ നോമ്പ് മുറിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ നെയ്ച്ചോറും റെഡിയായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നോമ്പ് മുറിക്കാൻ ഏകദേശം സമയം ആയിട്ടുണ്ടായിന്. പിന്നെ ഓരോന്നായിട്ട് എടുത്തു വെക്കലാണ്.
വേഗം എല്ലാം റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇനി. അപ്പം വേഗം നമ്മൾ നോമ്പ് കുറിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഈ ചാനലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻസും കൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.